ഹലോ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓസോൺ ലെയർ അഥവാ ഓസോൺ പാളി. ഇതുമായി ബന്ധപ്പെട്ട് PSC റിപ്പീറ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓസോൺ പാളി എവിടെയാണ് കാണപ്പെടുന്നത്? നമുക്കറിയാം, അറ്റ്മോസ്ഫിയറിന് കുറേ അധികം ലെയേഴ്സ് ഉണ്ട് അല്ലേ? ട്രോപ്പോസ്ഫിയർ, മീസോസ്ഫിയർ, അതുപോലെ തെർമോസ്ഫിയർ, അങ്ങനെ കുറേ ലെയേഴ്സ് ഉണ്ട്. ഇതിൽ ഏത് ലെയറിലാണ് നമ്മുടെ ഓസോൺ പാളി കാണപ്പെടുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ ഒന്നുമല്ല. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, സ്ട്രാറ്റോസ്ഫിയർ. ഒരിക്കലും മറക്കരുത്, നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓസോൺ പാളി ഏത് ലെയറിലാണ് കാണപ്പെടുന്നത് എന്നുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഓസോൺ ദ്വാരങ്ങൾ പ്രധാനമായും കാണപ്പെടുന്നത് എവിടെയാണ്? ഓസോൺ ദ്വാരങ്ങൾ അഥവാ ഓസോൺ ഹോൾസ്. നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ക്യാൻസർ ട്രോപ്പിക്, മകരം രാശി, ഭൂമധ്യരേഖ, ധ്രുവങ്ങൾ. ഉത്തരം വരുന്നത് ഓപ്ഷൻ 4 ആണ്, അതായത് ധ്രുവങ്ങൾ, പോൾസിലാണ് ഏറ്റവും കൂടുതൽ ഓസോൺ ഹോൾസ് കാണപ്പെടുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്ന കൃത്രിമ വസ്തുക്കൾ ഏതാണ്? നമ്മുടെ ഓസോൺ ലെയർ ഡിപ്ലീഷൻ അത് സംഭവിക്കാൻ കാരണമായത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ക്ലോറോ ഫ്ലൂറോ കാർബൺ അഥവാ CFC, ഫോർമാലിൻ, പോളിവിനൈൽ ക്ലോറൈഡ് അഥവാ PVC, ബൈപോളിമറുകൾ. ഉത്തരം വരുന്നത് ക്ലോറോ ഫ്ലൂറോ കാർബൺ അഥവാ CFC. ഇത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. CFC കാരണമാണ് നമ്മുടെ ഓസോൺ ലെയറിന് ഡിപ്ലീഷൻ സംഭവിക്കുന്നത്. അടുത്ത ചോദ്യം. റെഫ്രിജറേറ്ററുകളിൽ ഉപയോഗിക്കുന്ന CFC ഏതാണ്? റെഫ്രിജറേറ്ററുകളിൽ ഉപയോഗിക്കുന്ന CFC. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഫ്രിയോൺ, ബി മീഥെയ്ൻ, സി നാഫ്തലിൻ, ഡി മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. റെഫ്രിജറേറ്ററുകൾ ഇതിലുപയോഗിക്കുന്ന CFC എന്ന് പറയുന്നത് ഉത്തരം ഓപ്ഷൻ എ ആണ്, ഫ്രിയോൺ. അടുത്ത ചോദ്യം നോക്കാം. ഓസോൺ പാളിയുടെ ശോഷണം കാരണം അന്തരീക്ഷത്തിലൂടെയുള്ള തീവ്ര അൾട്രാ വയലറ്റ് രശ്മികളുമായി ബന്ധപ്പെട്ട പ്രാഥമിക അപകട സാധ്യത എന്താണ്? നമുക്കറിയാം, ഈ ഒരു UV റേസ് അല്ലെ, സണ്ണിൽ നിന്നുള്ള UV റേസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഡേഞ്ചറസ് ആണ്. അപ്പോൾ അതിൽ ഏറ്റവും അപകട സാധ്യത കൂടിയ ഒരു കാര്യം എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സ്കിൻ ക്യാൻസർ, ബി ബ്രെയിൻ ഹെമറേജ്, സി കരൾക്ഷതം, ഡി മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നമുക്ക് UV റേസ് ഡയറക്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ത്വക്ക് ക്യാൻസർ വരും, അതായത് സ്കിന്നിൽ ക്യാൻസർ വരും. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. എപ്പോഴാണ് ആദ്യത്തെ ഓസോൺ ദ്വാരം കണ്ടെത്തിയത്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, ഓസോൺ ഹോള്. ആ ഓസോൺ ഹോള് ആദ്യമായി കണ്ടെത്തിയത് ഏത് വർഷമായിരുന്നു? ഓപ്ഷൻസ് നോക്കാം. 1950, 1960, 1970, 1980. ഉത്തരം ഓപ്ഷൻ സി ആണ്, 1970. ഓക്കെ, 1970 അന്റാർട്ടിക്കയിലാണ് ആദ്യത്തെ ഓസോൺ ദ്വാരം കണ്ടെത്തിയത്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മോൺട്രിയൽ പ്രോട്ടോകോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മോൺട്രിയൽ പ്രോട്ടോകോൾ. ഓപ്ഷൻസ് നോക്കേ വേണ്ട. ഓസോൺ പാളിയുടെ ശോഷണം അഥവാ ഓസോൺ ലെയർ ഡിപ്ലീഷൻ അതുമായി ബന്ധപ്പെട്ട ഒരേ ഒരു പ്രോട്ടോകോൾ ആണ് മോൺട്രിയൽ പ്രോട്ടോകോൾ, മറക്കരുത്. അടുത്ത ചോദ്യം. എന്താണ് ഓസോൺ പാളി അല്ലെങ്കിൽ ഓസോൺ ലെയറിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നാണ് ചോദ്യം. നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയതാണ്. നോക്കാം. സൂര്യൻ്റെ അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്യുന്ന ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ മേഖലയാണ് ഓസോൺ പാളി. ഇത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 15 മുതൽ 35 കിലോമീറ്റർ വരെ ഉയരത്തിലാണ്. അതായത് സൂര്യൻ്റെ UV റേസ് അല്ലേ, സൂര്യൻ്റെ അപകടകരമായ റേസ് ആണ് UV റേസ്. ഈ UV റേസിനും നമ്മുടെ ഭൂമിക്കുമിടയിൽ ഒരു ബാരിയറായിട്ട് ആക്ട് ചെയ്യുന്നു? ഈ ഓസോൺ പാളി അഥവാ ഓസോൺ ലെയർ ആക്ട് ചെയ്യുന്നു. തന്നെ ഇത് എർത്തിൻ്റെ സർഫസിൽ നിന്ന് എത്ര ഹൈറ്റിലാണ് കാണപ്പെടുന്നത്? 15 മുതൽ 35 കിലോമീറ്റർ ഉയരത്തിലാണ് ഈ ഒരു ഓസോൺ പാളി നമുക്ക് കാണാൻ സാധിക്കുക. ഇനി നമുക്ക് ഈ ഓസോൺ ലെയറുമായി ബന്ധപ്പെട്ട് PSC പല വർഷങ്ങളിലായി ആവർത്തിച്ച് ചോദിക്കുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നമുക്ക് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം. ആഗോളതാപനത്തിന് കാരണമാകുന്ന പ്രധാന വാതകം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഓക്സിജൻ, ബി കാർബൺ ഡയോക്സൈഡ്, സി ഹൈഡ്രജൻ, ഡി നൈട്രജൻ. ആഗോളതാപനത്തിന് കാരണമാകുന്ന പ്രധാന വാതകം ഉത്തരം ഓപ്ഷൻ ബി ആണ്, കാർബൺ ഡയോക്സൈഡ്. ഓക്കെ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം നോക്കാം. ഐക്യരാഷ്ട്രസഭ ഓസോൺ പാളി സംരക്ഷണ ദിനമായി പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്?
ഐക്യരാഷ്ട്രസഭ ഓസോൺ പാളി സംരക്ഷണ ദിനമായി പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1988 ജനറൽ അസംബ്ലി യോഗം, അതുപോലെ 1999 ജനറൽ അസംബ്ലി യോഗം, പിന്നെയുള്ള ഓപ്ഷൻ സിയിലുള്ളത് 1987 1986 ഇതിനുത്തരം ഓപ്ഷൻ എ ആണ്. 1988 ഐക്യരാഷ്ട്രസഭ ഓസോൺ പാളി സംരക്ഷണ ദിനമായി പ്രഖ്യാപിച്ചത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഐക്യരാഷ്ട്രസഭ ഓസോൺ ദിനമായി ആചരിച്ചു തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? ഐക്യരാഷ്ട്രസഭ ഓസോൺ ദിനമായി ആചരിച്ചു തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ 1994, ബി 1993, സി 1995, ഡി 1996. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 1994 ഐക്യരാഷ്ട്രസഭ ഓസോൺ ദിനം ആചരിച്ചു തുടങ്ങിയത്. ഓസോൺ ദിനം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? സെപ്റ്റംബർ 16 ഓസോൺ ദിനം. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഓസോൺ സുഷിരം ആദ്യം കണ്ടെത്തിയത്? ഓസോൺ ഹോൾ അല്ലേ? ഓസോൺ സുഷിരം ആദ്യം കണ്ടെത്തിയത് ഓപ്ഷൻസ്: ചാൾസ് ഫാബ്രി, ഹെൻറി ബ്യൂസൺ, ഹാലിബേ, തോമസ് മിഡ്ഗലെ. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഹാലിബേ. ഓസോൺ സുഷിരം ആദ്യമായി കണ്ടെത്തിയത് ഹാലിബേ. അടുത്ത ചോദ്യം. ഓസോണിൻ്റെ അളവ് കൂടിയാൽ മനുഷ്യരിലുണ്ടാവുന്ന അസുഖം? എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? ഓസോണിൻ്റെ അളവ് കൂടിയാൽ മനുഷ്യരിലുണ്ടാവുന്ന അസുഖം. ഓപ്ഷൻസ്: ജലദോഷം, ആസ്മ, ക്യാൻസർ, അപസ്മാരം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആസ്മ. ഓസോണിൻ്റെ അളവ് കൂടിയാൽ മനുഷ്യരിലുണ്ടാകുന്ന അസുഖം ആസ്മയാണ്. പക്ഷേ UV റേഡിയേഷൻ കൂടിയാൽ നമുക്കുണ്ടാകുന്ന അസുഖം എന്താണ്? സ്കിൻ ക്യാൻസർ. അടുത്ത ചോദ്യം. ഓസോൺ സുഷിരം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്? നമ്മൾ നേരത്തെ കണ്ടതാണ്. ഓസോൺ ഹോൾസ് കൂടുതലായി കാണപ്പെടുന്നത് ധ്രുവങ്ങളിൽ അല്ലെങ്കിൽ പോൾസിലാണ്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ യൂറോപ്പ്, ബി ആഫ്രിക്ക, സി ഏഷ്യ, ഡി അന്റാർട്ടിക്ക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അന്റാർട്ടിക്കയിലാണ് ഏറ്റവും കൂടുതൽ ഓസോൺ സുഷിരം കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം. ഓസോൺ കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിൻ്റെ ഏത് ലെയറിലാണ് ഈ ഒരു ഓസോൺ നമുക്ക് കാണാൻ സാധിക്കുക? എല്ലാവർക്കും അറിയാമല്ലോ. ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ ആണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ്: ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ. ഉത്തരം ഓപ്ഷൻ ബി സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഓസോണിൻ്റെ നിറം? ഓപ്ഷൻസ്: ഇളം പച്ച, ഇളം നീല, ചുവപ്പ്, നിറമില്ല. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഇളം നീലയാണ് ഓസോണിൻ്റെ നിറം. അടുത്ത ചോദ്യം. ഓസോൺ പാളി സൂര്യനിൽ നിന്ന് പതിക്കുന്ന ഏത് കിരണങ്ങളെയാണ് പ്രധാനമായും തടയുന്നത്? സൂര്യനിൽ നിന്ന് കുറേ റേഡിയേഷൻസ് വരാറുണ്ട് അല്ലേ? എക്സ്റേ, ഇൻഫ്രാറെഡ്, അൾട്രാ വയലറ്റ് അഥവാ UV, ഗാമ റേസ് ഒക്കെ വരാറുണ്ട്. ഇതിൽ ഏത് റേഡിയേഷനാണ് നമ്മുടെ ഓസോൺ പാളി അബ്സോർബ് ചെയ്ത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? ഉത്തരം എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ സി അൾട്രാ വയലറ്റ് അഥവാ UV റേസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഓസോൺ പാളി കണ്ടെത്തിയത് ആരൊക്കെയാണ്? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓസോൺ പാളി കണ്ടെത്തിയത് ആരൊക്കെയാണ്? ഉത്തരം ചാൾസ് ഫാബ്രി, ഹെൻറി ബ്യൂസൺ. ചാൾസ് ഫാബ്രി, ഹെൻറി ബ്യൂസൺ. നെക്സ്റ്റ് നോക്കാം. ഓസോൺ നശീകരണത്തിനെതിരെ മോൺട്രിയൽ പ്രോട്ടോകോൾ ഏത് വർഷമാണ് നടന്നത്? മോൺട്രിയൽ പ്രോട്ടോകോൾ, ഓസോൺ നശീകരണത്തിനെതിരെ ഉണ്ടായ ഒരു പ്രോട്ടോകോളാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. ഇത് ഏത് വർഷമായിരുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: 1989, 1985, 1986, 1987. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1987 മോൺട്രിയൽ പ്രോട്ടോകോൾ നടന്ന വർഷം. അടുത്ത ചോദ്യം. ആഗോളതാപനത്തിന് ഇടയാക്കാത്ത വാതകം? ആഗോളതാപനത്തിന് ഇടയാക്കാത്ത വാതകമാണ്. ആഗോളതാപനം ഫസ്റ്റ് എന്താണെന്ന് നമ്മൾ അറിയണം അല്ലേ? നമ്മുടെ ഭൂമിയുടെ സർഫസിലുള്ള ആവറേജ് ടെമ്പറേച്ചർ, അതിലുണ്ടാവുന്ന ഒരു റൈസ്, അതിനാണ് ആഗോളതാപനം എന്ന് പറയുന്നത്. അതിന് കാരണം കുറച്ച് ഗ്യാസസ് ആണ്. അപ്പോൾ ഇതിന് ഇടയാക്കാത്ത വാതകം ഏതാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ സി ഓക്സിജൻ ആണ്. ഓക്സിജൻ ആണ് ഗ്ലോബൽ വാർമിംഗ് അഥവാ ആഗോളതാപനത്തിന് കാരണമാകാത്ത വാതകം. ബാക്കിയുള്ള മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്, അതുപോലെ CFC ഇതൊക്കെ ആഗോളതാപനത്തിന് കാരണമാകുന്നു. അടുത്ത ചോദ്യം നോക്കാം. ക്ലോറോഫ്ലൂറോ കാർബൺ കണ്ടെത്തിയത് ആരാണ്? ക്ലോറോഫ്ലൂറോ കാർബൺ CFC അല്ലേ? ഓപ്ഷൻസ്: ചാൾസ് ഫാബ്രി, ഹാലിബേ, ഹെൻറി ബ്യൂസൺ, തോമസ് മിഡ്ഗലെ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. തോമസ് മിഡ്ഗലെയാണ് CFC കണ്ടുപിടിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓസോൺ പാളി നശിക്കാൻ പ്രധാന കാരണം? ഓസോൺ പാളി നശിക്കാൻ പ്രധാന കാരണം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഓക്സിജൻ, ബി ക്ലോറോഫ്ലൂറോ കാർബൺ, സി ഹൈഡ്രജൻ, ഡി നൈട്രജൻ. നമുക്കറിയാമല്ലോ ഓസോൺ പാളി അല്ലെങ്കിൽ ഓസോൺ ലെയർ ഡിപ്ലീഷൻ സംഭവിക്കാൻ കാരണമായ വാതകം ക്ലോറോഫ്ലൂറോ കാർബൺ ആണ്. CFC ഓപ്ഷൻ ബി ക്ലോറോഫ്ലൂറോ കാർബൺ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. ലോക ഓസോൺ ദിനം. അപ്പം നമ്മൾ ഓപ്ഷൻ നോക്കേണ്ട കാര്യമേ ഇല്ല അല്ലേ? എല്ലാവർക്കും അറിയാം സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനം. ഇതെന്നു മുതലാണ് ആചരിച്ചു തുടങ്ങിയത്? 1994 മുതൽ.
നമ്മൾ കുറച്ച് മുന്നേ ആ ക്വസ്റ്റ്യൻ കണ്ടിരുന്നു, മറക്കരുത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഓസോണിൻ്റെ ഒരു തന്മാത്രയിൽ ഓക്സിജൻ്റെ എത്ര ആറ്റങ്ങളുണ്ട്? എത്ര ഓക്സിജൻ്റെ ആറ്റങ്ങൾ ചേർന്നിട്ടാണ് ഓസോൺ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് 2, 5, 1, 3. നമുക്കറിയാം അല്ലേ, O3 ആണ് ഓസോൺ. സോ ഓപ്ഷൻ D 3 ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഓസോണിൻ്റെ അളവ് കുറഞ്ഞാൽ സസ്യങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഓസോണിൻ്റെ ഒരു ഡെഫിഷ്യൻസി എങ്ങനെയാണ് സസ്യങ്ങളെ ബാധിക്കുന്നത്? ഓപ്ഷൻസ് നോക്കാം. ഒരുപാട് നീളം വെക്കുന്നു, ഓപ്ഷൻ എ. ഓപ്ഷൻ ബി, ഒരുപാട് തടി വെക്കുന്നു, ഓപ്ഷൻ സി. ക്രമാതീതമായി വനങ്ങൾ പെരുകുന്നു, ഓപ്ഷൻ ഡി. വളർച്ച മുരടിക്കുന്നു. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വളർച്ച മുരടിക്കുന്നു. ഒരുപാട് UV റേഡിയേഷൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെടികളൊക്കെ മുരടിച്ചു പോകും, അത് വളരാതെ മുരടിച്ചു പോകുന്നു. അപ്പോൾ ഓപ്ഷൻ ഡി, വളർച്ച മുരടിക്കുന്നു ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഏകദേശം നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ കവർ ചെയ്തു. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ ബാക്കി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഓസോണിൻ്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഏതാണ്? ഓസോൺ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ്. ഓപ്ഷൻസ് എ, ഡോപ്സൺ യൂണിറ്റ്, ബി, അനീമോമീറ്റർ, സി, റിക്ടർ. ഓസോണിൻ്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഡോപ്സൺ യൂണിറ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ എ, ഡോപ്സൺ യൂണിറ്റ് ആണ് കറക്റ്റ് ആൻസർ. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഓസോൺ പാളി അല്ലെങ്കിൽ ഓസോൺ ലെയറിൻ്റെ ആ ഒരു ടോപ്പിക്ക് കവർ ആയെന്ന് തോന്നുന്നു. ഇനി നമുക്ക് കുറച്ച് PSC റാങ്ക് ബൂസ്റ്റർ ക്വസ്റ്റ്യൻസ്, അതായത് കൂടുതൽ അറിഞ്ഞിരിക്കാം, ഓസോണിനെ പറ്റി കൂടുതൽ അറിഞ്ഞിരിക്കാം, അതിനുവേണ്ടി കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിനി അതുകൂടി നോക്കാം. ഓസോൺ കണ്ടുപിടിച്ചത് ഫെഡറിച്ച് ഷോൺ ബെയ്ൻ. ഓസോൺ കണ്ടുപിടിച്ചത് ആരാണെന്നാണ് ചോദ്യം. ഫെഡറിച്ച് ഷോൺ ബെയ്ൻ. അടുത്ത ചോദ്യം, ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായി മോൺട്രിയൽ ഉടമ്പടി ഒപ്പുവെച്ചത് എന്നാണെന്നാണ് ചോദ്യം. 1987 സെപ്റ്റംബർ 16 മോൺട്രിയൽ ഉടമ്പടി ഒപ്പുവെച്ചത്. അടുത്ത ചോദ്യം, മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്നത്? ഉത്തരം 1989 ജനുവരി 1. അപ്പോൾ മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പുവെച്ചത് 1987 സെപ്റ്റംബർ 16. അതുപോലെ ഇത് നിലവിൽ വന്നത് 1989 ജനുവരി 1. ഈ ഡേറ്റ്സ് തമ്മിൽ മാറി പോകരുത്. അടുത്ത ചോദ്യം നോക്കാം. ഓസോൺ പാളിയുടെ സംരക്ഷണത്തിൻ്റെ ഉദ്ദേശം. ഉത്തരം, ഓസോൺ പാളിയിൽ സുഷിരങ്ങൾ സൃഷ്ടിക്കുന്ന രാസവസ്തുക്കളുടെ നിർമ്മാണവും ഉപയോഗവും കുറയ്ക്കുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഓസോൺ പാളിയുടെ സംരക്ഷണത്തിൻ്റെ ഉദ്ദേശം. അടുത്ത ചോദ്യം, ഓസോൺ പാളിയിൽ സുഷിരങ്ങൾ ഉണ്ടാക്കുന്ന രാസവസ്തുക്കൾ. ഉത്തരം, ക്ലോറോഫ്ലൂറോ കാർബൺ, കാർബൺ മോണോക്സൈഡ്, ക്ലോറിൻ ആൻഡ് ഹാലോൺ. ഒന്നുകൂടെ വായിക്കാം. CFC, കാർബൺ മോണോക്സൈഡ്, ക്ലോറിൻ, അതുപോലെ ഹാലോൺ.